എന്താ പണ്ടായത് ഞായറാഴ്ചത്തെ എപ്പിസോഡ്? എനിക്കെന്തോ മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. നേരത്തെ കഴിഞ്ഞു, 10 മണിക്ക് കഴിഞ്ഞു ലാലേട്ടൻ്റെ പരിപാടികളൊക്കെ. 10:30 വരെ എന്നിട്ട് ഹൗസിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോയി. ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. വെരി ബോറിങ്. തുറന്നു പറയുകയാണെങ്കിൽ ബോറിങ് ആയിട്ടുള്ളൊരു എപ്പിസോഡ്. പിന്നെ എവിക്ഷൻ എന്ത് മാങ്ങാത്തൊലിയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RJ ബെൻസിയുടെ എവിക്ഷൻ അൺഫെയർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇന്നൊരു എവിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശൈത്യ പോകേണ്ടതാണ്. ശൈത്യ പോയില്ല. അപ്പം ശൈത്യ പോവാതെ ഇന്നലെ RJ ബെൻസി പോയപ്പോൾ അത് ഭീകരമായ ഒരു അൺഫെയർ എവിക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതങ്ങനെ പറയേണ്ടി വരും. അതെന്താണ് ശൈത്യനെ എന്തുകൊണ്ടാണ് സേവ് ചെയ്യാൻ കാരണം? എനിക്ക് ശൈത്യനെ വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ അവരെ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ടാണ് വിലയിരുത്തുന്നത്. RJ ബെൻസി പോയ സ്ഥിതിക്ക് ശൈത്യ പോവാതിരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. ബിഗ് ബോസ് എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനി RJ ബെൻസിനെ വല്ല വൈൽഡ് കാർഡായിട്ടോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ തിരിച്ച് കയറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെന്തോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഇന്ന് നോ എവിക്ഷൻ കാർഡ് പൊക്കി പിടിച്ച സമയത്ത്. എന്തെങ്കിലും ആവട്ടെ. ഇനി മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ഇന്ന് എപ്പിസോഡിനെ കുറിച്ചൊരു കാര്യമായിട്ടൊന്നും പറയാനില്ല. എന്ത് പറയാനാണ്, പ്ലെയിൻ ആയിട്ടുള്ളൊരു എപ്പിസോഡ്. ജനറലി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ ഇപ്പോൾ ഇതുവരെയായിട്ട് അധികം ആരും ഇപ്പോൾ കണ്ടസ്റ്റൻസ് പ്രേക്ഷകരുടെ മനസ്സിൻ്റെ അകത്തേക്കൊന്നും കയറി പറ്റിയിട്ടൊന്നുമില്ല. വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഫാൻസിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഗിസൈലിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രം ആളുകൾ ഉണ്ട്. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. ഇവരൊക്കെ ഫാൻസ് ഉണ്ടാക്കി. ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോഴും അല്ലേ, ആളുകൾ അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം അപ്പാന് ശരത്തിലൊക്കെ ഞാൻ ഭയങ്കര പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ശരത്തൊന്നും ഇല്ലാണ്ടായി. എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ആക്റ്റീവാണ്, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും അവിടെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലുള്ള പരിപാടികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അക്ബറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം എനിക്ക്. കാരണം അക്ബർ നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ഒറ്റയ്ക്ക് നിന്നാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ അക്ബറും ഭയങ്കര വീക്കായിട്ട് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വൃത്തികെട്ട ഗ്യാങ് ഒന്ന് വിട്ടാൽ നന്നാവും. ഈ എന്താണ് ശരത്തിൻ്റെ കൂടെ നടക്കുക അല്ലെങ്കിൽ അല്ലേ, അത് പുള്ളിക്ക് തന്നെ ഭാവിയിൽ തുലയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ശരത്തിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ടല്ല, ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്നൊരു പ്രയാസം ഉണ്ട്. അത് അധികം നാൾ അയാളെ നിലനിർത്തില്ല. എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള സാധ്യത അങ്ങേര് തന്നെ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ശരത്തും അക്ബറും കൂടിയിട്ട് ഇരുന്നിട്ട് എന്തോ അനുമോളെക്കാട്ടിലൊക്കെ എത്രയോ ബെറ്ററാണ് രേണുക്ക് എത്രയോ ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. രേണു അതിൻ്റെ അകത്ത് ഓക്കെ, അതിൻ്റെ അകത്ത് അവർ നിൽക്കുന്ന സമയത്ത് രേണുവിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഇമേജ് അതായിരിക്കും. പക്ഷെ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് രേണു ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു കണ്ടൻറ്റും അവർ തരുന്നില്ല അതിൻ്റെ അകത്ത്. ഒരു കണ്ടൻറ്റും ഇല്ല. ഷീ ഈസ് നോട്ട് ഈവൺ ആക്റ്റീവ് ഇൻ ദ ഹൗസ്. അത് സപ്പോർട്ട് മേ ബി കിട്ടുകയായിരിക്കും, രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ സപ്പോർട്ട് കൊടുക്കുകയായിരിക്കും. പക്ഷെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തുന്ന സമയത്ത് അവർ ഒന്നും ചെയ്യുന്നില്ല. രേണു എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അവർ അനുമോളെക്കാട്ടിലും സൂപ്പറാണ്, ക്ലാസ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥമുണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ. പക്ഷേ രേണു അങ്ങനെ അതിൻ്റെ അത് അഭിപ്രായ പ്രകടനമായിട്ടൊന്നും വരുന്നതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഈ അക്ബറും ശരത്തൊക്കെ ഇരുന്നിട്ട് രേണുവിനെ അനുമോളെയൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, രേണു മോശം എന്നല്ല ഞാൻ പറയുന്നത്. ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവരതിൻ്റെ അകത്ത് ഒരു അഭിപ്രായം കൊണ്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇവർ ഇരുന്നിട്ട് ഇങ്ങനൊരു കമ്പാരിസൺ നടത്തിയത് എനിക്ക് ഓക്വേർഡായിട്ട് ആക്ച്വലി തോന്നിയായിരുന്നു. ഇങ്ങനെ മാറിയിരുന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല.
സീരിയസ്ലി ഇങ്ങനെ മാറിയിരുന്ന് കണകുണ ഈ എനിക്ക് 5ാമത്തെ സീസണിൽ മറ്റേ എനിക്ക് ആരെയൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. ഈ മാറിപ്പോയിരുന്നിട്ട് ഒരേ ഡിസ്കഷനാണ്. നേരിട്ടൊരു കിണ്ടിയും പറയില്ല. നേരിട്ടുള്ള കളികളൊക്കെ കുറവായിരിക്കും. നേരിട്ട് പറയുന്നതിനെക്കാട്ടിലും മാറിയിരുന്നിട്ട് അങ്ങ് അടിച്ചു വിടുന്ന പരിപാടികളാണ് കൂടുതൽ. ഇവർ രണ്ടുപേരും അതാ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടൊരു പ്രയോജനമില്ല എന്നാണ് ഞാൻ പറയണത്. അതെന്ത് ഗെയിമാണത്? ഓക്കെ, ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്തേ നമ്മൾ ചിലപ്പോൾ പലരെ കുറിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കാഷ്വലായിട്ട് ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഷോൻ്റെ ഭാഗമായിട്ട് പോയി നിന്നിട്ട് 2 കണ്ടസ്റ്റൻസ് തമ്മിൽ ഒരേ ഡിസ്കഷൻ മാത്രമായി മാറുമ്പോൾ അത് കാണുമ്പോൾ ഇത് ബോറിങ് ആവുമല്ലോ എന്നുള്ളൊരു തോന്നലാണ് തോന്നുന്നത്. പിന്നെ ഷൈത്തയുടെ കേസ് പറയുകയാണെങ്കിൽ ഷൈത്ത് അനുമോൾക്കിട്ട് പണിഞ്ഞു. അനുമോട് ഷൈത്തി ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇമോഷണലൊക്കെ ആയി, പുറത്താകുമെന്നൊക്കെ പേടിച്ചു. അനുമോൾ ഷൈത്തി പോകുമെന്നൊക്കെ പേടിച്ചു. ഷൈത്യം എല്ലാം പിന്നാലെ നിന്ന് കുത്തിവിട്ടു. ബാഗ് കൂടെ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറ്റം പറഞ്ഞ് ഒരു പരിപാടിയൊക്കെ അപ്പുറത്തിരുന്നിട്ട് ഒപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ ചെയ്യണ്ടേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടൊരു ഉണ്ടെങ്കിൽ കിട്ടിയില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ ഗിസൈൽ ഇപ്പം ഒന്നും പോകില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഗിസൈൽ എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് കേട്ടോ. ഗിസൈലൊക്കെ പലരും ഈ എപ്പിസോഡ് ലൈവ് കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറയണം അനുമോള് പോകണമെന്ന് കുറച്ച് ആൾക്കാർ ഔട്ടാവണമെന്ന് കുറച്ച് ആൾക്കാർ പറയണം, ഗിസൈൽ ഔട്ടാവണമെന്ന് കുറച്ച് ആൾക്കാർ പറയണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ആരാണ് ഈ ഗെയിം കളിക്കുന്നത്? ആരാണ് ഗെയിം കളിക്കുന്നത്? അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാ ഗെയിം കളിക്കുക? എന്തൊക്കെയോ പറയുന്നുണ്ട്. ഗിസൈലും മെഡിക്കേട്ടാ. ഗിസൈൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമും കളിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അതിൻ്റെ അകത്ത് ഉണ്ടായി. അത് അവരുണ്ടാക്കിയതാണോ തന്നെ ഉണ്ടായതാണോ എന്ന് അറിയില്ല. എന്തായാലും അവർക്കത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ അക്ബറും ശരത്തുമൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ കൊടുക്കുന്നത്. ആര്യനൊക്കെ ഭയങ്കര സപ്പോർട്ടല്ലേ ഗിസൈലിൽ കൊടുക്കുന്നത്. വെളിയിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ട് ആളുകൾ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ ഗിസൈലിൽ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നു. ഗംഭീരം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഗിസൈലിന് ഗുഡായിരിക്കും, അനുമോൾക്ക് ഗുഡായിരിക്കും, ഷാനവാസിന് ഗുഡായിരിക്കും. കാരണം ഇവരൊക്കെ ഒരു നോമിനേഷനിൽ വന്നാൽ ഇവർക്ക് അത്യാവശ്യം നല്ല വോട്ട് കിട്ടും. സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ ഈ ഗിസൈലിനൊക്കെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ ബാക്കി മറ്റ് കണ്ടസ്റ്റൻസ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഫാൻ ബേസോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിമോ കണ്ടന്റോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരും എന്നുള്ളതാണ്. ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പം മറ്റേ 5ാം സീസണിൽ നമ്മുടെ വിഷ്ണു ജോഷി പോയില്ലേ? വിഷ്ണു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നിന്നതുകൊണ്ട് തന്നെ ഉള്ള വോട്ട് മൊത്തം അഖിൽമാരാർക്ക് കിട്ടുള്ളൂ. വിഷ്ണു ഒറ്റയ്ക്ക് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അഖിൽമാരും വിഷ്ണുവും കൂടിയൊക്കെ ഒരുമിച്ചിട്ടൊക്കെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, വിഷ്ണു കുറച്ചൊന്ന് പരിങ്ങും. അങ്ങനെയാണ് വിഷ്ണു പോയതെന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഷഫിളും കാര്യങ്ങളൊക്കെ വരും വോട്ടിൽ. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതാണ് സംഭവിക്കുന്നത്. ഗിസൈലിന് സപ്പോർട്ട് കിട്ടും. പക്ഷെ ഗിസൈലും അക്ബർ ശരത്തും ഒക്കെ ഒരു നോമിനേഷനിൽ ഒരുമിച്ച് അങ്ങ് വന്നു കഴിഞ്ഞാൽ, അതായത് വരും ദിവസങ്ങളിലുള്ള കാര്യമാണ് പറയണത്, അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ഇവരൊരു ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വോട്ടും കിട്ടില്ല, ഒരു തേങ്ങയും കിട്ടൂല. ഗിസൈൽ ലാസ്റ്റ് കപ്പും കൊണ്ട് പോവും, അല്ലെങ്കിൽ അനുമോള് കപ്പും കൊണ്ട് പോവും. ശരത്തും എന്താ പറയുക അക്ബറും ഒക്കെ സൈഡിൽ മാറി നിന്ന് ഇങ്ങനെ ചിരിക്കേണ്ടി വരും. ഗിസൈൽ കപ്പ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കേണ്ടി വരും. ഇതാണ് സംഭവിക്കണം. കൂടുതലൊന്നും പറയാനില്ല. ശരി.